പ്രത്യേകിച്ച് ഇപ്പോൾ മനു സൂചിപ്പിച്ച സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ആ മേഖലയിൽ അവിടെ ഈ കഴിഞ്ഞ തവണ 5 സീറ്റുകൾ നേടിയതാണ് ഒവൈസിയുടെ പാർട്ടി. അത് അവസാനം ടാലിയിൽ നിർണായകമായി 5 സീറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് എഫക്റ്റ് വരുമ്പോൾ അത് 10 സീറ്റുകളുടെ എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത്തവണയും ആ 5 സീറ്റുകൾ അവർ നിലനിർത്തുകയാണെങ്കിൽ നഷ്ടം അവിടെ സംഭവിക്കുന്നത് മഹാഗഡ്ബന്ധൻ കോൺഗ്രസ് RJD സഖ്യത്തിലായിരിക്കുമല്ലോ. ഇത്തവണ അത് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഒവൈസിയുടെ പാർട്ടി ഇത്തവണയും സീറ്റുകൾ നേടും. സ്വാഭാവികമായും ഈ സീമാഞ്ചൽ മേഖലയിലുള്ള 5 സീറ്റുകളിൽ വളരെ ശക്തമായൊരു ആധിപത്യം അവിടെ ഒവൈസിയുടെ പാർട്ടിക്കുണ്ട്. അവർ ഇത് കോൺഗ്രസും അതുപോലുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സംഘടനകളും ഒവൈസിയെ ഒരു വോട്ട് കട്ടർ എന്ന് പറയുമ്പോൾ ഒവൈസി നേരെ തിരിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സീറ്റുകളിൽ കോൺഗ്രസ് അനാവശ്യമായി മത്സരിച്ച് അവിടെ ഒരു ഭിന്നതയുണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് എന്ന ഒരു മറു ആരോപണമാണ് ഒവൈസിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും 5 സീറ്റുകളിൽ ജയിക്കാൻ ഒവൈസിക്ക് കഴിയും. പക്ഷേ മറ്റൊരു ചോദ്യം, മുസ്ലിം പോപ്പുലേഷൻ ഇല്ലാത്ത മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം എന്താണെന്നാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഷക്കീൽ അഹമ്മദ് ഖാൻ മത്സരിക്കുന്നു എന്ന 2-3 പേരുകൾ ഒഴിച്ചു നിർത്തിയാൽ ആ എൻറ്റയർ ബീഹാറിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വലിയ പ്രഭാവം ഉണ്ടാക്കാനോ ഒന്നും കഴിയുന്നില്ല. തേജസ്വിയുടെ ചെറുകിനടിയിൽ നിന്നുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ജയേഷ് മംഗൾ സിംഗ് ആയാലും അല്ലെങ്കിൽ അമിത് ഗിരി അല്ലെങ്കിൽ അഭിഷേക് രഞ്ജൻ, വാസി അഹമ്മദ്, ഇതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ജയിക്കുമോ എന്ന ഒരു ഗ്യാരണ്ടി പോലും പറയാൻ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഫാക്ടർ. അപ്പോൾ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഈ സെൻട്രൽ ബീഹാറിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് അവിടെ കഴിഞ്ഞ തവണ RJDക്കായിരുന്നു ഒരു നേട്ടമുണ്ടായെങ്കിൽ ഇത്തവണ സാഹചര്യം മാറുന്നു എന്നാണ് ഈ സെൻട്രൽ ബീഹാറിൽ വരുന്നത്. സ്വാഭാവികമായും ഈ നോർത്ത് വെസ്റ്റേൺ ബീഹാർ എന്ന് പറയുന്നത് BJPക്ക് വലിയ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ കോഷി അംഗ എന്ന് പറയുന്ന ഈ പഴയ അംഗരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ BJPക്ക് സ്വാധീനമുണ്ട്. RJDക്ക് വലിയ സ്വാധീനമുള്ളത് ഈ സെൻട്രൽ ബീഹാറിലും അതിന് താഴെയുള്ള ഈ മഗധ തുടങ്ങിയ പ്രദേശങ്ങളിൽ RJDക്ക് കാര്യമായ സ്വാധീനമുണ്ട്. അപ്പോൾ ഇതിൽ ഒക്കെ ഒരു മിസ്സിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് RJDക്ക് ഒരു നല്ല ഒരു സഹായി അവിടെ ഇല്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തുല്യശക്തി എന്ന നിലയിൽ JDU ഒരു വശത്തുണ്ട്, BJP ഉണ്ട്, അതേപോലെ ചിരാഗ് പാസ്വാൻ. അല്ല, NDA സഖ്യത്തിൽ 3 പാർട്ടികൾ ശക്തരാണ്. ഒന്ന് BJP, പിന്നെ JDU, പിന്നെയുള്ളത് ഈ LJP ലോക് ജനശക്തി പാർട്ടി, പസ്വാന്റെ പാർട്ടി. പക്ഷേ മറിച്ച് അപ്പുറത്ത് വരുമ്പോൾ മഹാഗഡ്ബന്ധനിൽ വരുമ്പോൾ RJD ഒറ്റയ്ക്കായി പോകുന്നു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ 62 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് എത്ര സീറ്റുകൾ പിടിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. പിന്നെ ഇടതു പാർട്ടികളുടെ പിന്തുണയും അവിടെ മഹാസഖ്യത്തിനാണല്ലോ. അതായത് ഒരേ സഖ്യത്തിൽ തന്നെ അവർ മത്സരിക്കുകയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ ടാലി നോക്കുമ്പോൾ ഇടതു പാർട്ടികൾക്ക് മഹാസഖ്യത്തിൽ ഉണ്ടായിരുന്നത് 12 സീറ്റ് CPI-MLന് കിട്ടി, 2 സീറ്റുകൾ വീതം CPIക്കും CPMനും കിട്ടിയിരുന്നുവല്ലോ കഴിഞ്ഞ തവണ. അങ്ങനെ മൊത്തം ടാലിയിൽ അവരുടെ സംഖ്യ 12, 14, 16 സീറ്റുകൾ അവർക്ക് കഴിഞ്ഞ തവണ ഇടതു പാർട്ടികൾക്ക് നേടാൻ കഴിഞ്ഞിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ. ഇത്തവണയും അവർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇത്തവണ വരുമ്പോൾ CPI-MLന് 20 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. CPI-ML ആണല്ലോ ഇടതു പാർട്ടികളിൽ ശക്തരായിട്ടുള്ളത്. CPMന് 4 സീറ്റുകളുണ്ട്. CPIക്ക് 9 സീറ്റുകളിൽ ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ 16 സീറ്റുകൾ നിലനിർത്തുവാൻ ഇടതു പാർട്ടികൾക്ക് കഴിയും എന്നൊരു പ്രതീക്ഷ ഇത്തവണയും ഉണ്ടല്ലോ. അപ്പോൾ മഹാഗഡ്ബന്ധൻ ടാലിയിൽ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ മുന്നിൽ പോലും ഇടതു പാർട്ടികൾ വന്നേക്കാം. അങ്ങനെ ഒരു വിലയിരുത്തൽ പോലും ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ സീറ്റ് നില 20-ൽ താഴെയായി പോയാൽ. യെസ്, അത് മഞ്ജുഷ്, നമുക്കിപ്പോൾ ഒരു 2024 ആ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഒരു പിക്ചറാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് BJPക്ക് അവരുടെ പരമ്പരാഗതമായ സീറ്റുകളിലൊക്കെ വലിയ ആധിപത്യം നേടാൻ കഴിഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ LJPക്ക് അവിടെ കൃത്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ അവിടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം കൃത്യമായി വന്നിട്ടുണ്ട്. അതേപോലെ JDUവിനും ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ ആയിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത്, അതോ ഈ 2020 വന്നിട്ടുള്ള ഈ പാറ്റേണിലായിരിക്കുമോ റിസൾട്ട് വരിക എന്നുള്ളത്? കാരണം ഒന്ന് ലോക്സഭയുടെ ഒരു ഫിഗറാണ്, മറ്റൊന്ന് ഈ അസംബ്ലി ഇലക്ഷനാണ്. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ലോക്സഭയിൽ വോട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ അസംബ്ലി ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് BJPക്ക് ഈ നോർത്ത് വെസ്റ്റ് ബീഹാറിൽ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നു.
അതേപോലെ JDUവിന് മറ്റിടങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നു. RJDക്ക് അതേസമയം ഈ കോശി അല്ലെങ്കിൽ അംഗരാജ്യത്തിൻ്റെ ഈ ഭാഗം എന്ന് നമ്മൾ പറയുന്ന ആ ജില്ലകളിൽ ഉണ്ടാക്കാൻ കഴിയുന്നു. ഭോജ്പൂരി മേഖലകളിൽ BJP ആധിപത്യം തുടരുന്നു. മൈഥിലി തുടങ്ങിയ മിഥില മേഖലകളിൽ അവിടെ രണ്ടുപേർക്ക് തുല്യമായ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നു. അതേസമയം ചില കേന്ദ്രങ്ങളിൽ ഇടത് ശക്തികൾ അവിടെ അവരുടെ വളരെ ചെറിയ ചില ഫാക്ടറാണെങ്കിൽ കൂടിയും അവർ അവിടെ നിർണായകമായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര പോയ വഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും ഈ യാത്ര പോയ ജില്ലകൾ സംസ്ഥാനങ്ങളിലൊക്കെ വലിയൊരു പ്രഭാവത്തിൻ്റെ മാറ്റമുണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ മറുപക്ഷം കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും മേഖലകളിൽ ആ ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യണം. അത് ഉണ്ടാകാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ബീഹാറിൽ ഫോൾ ഓഫ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. ലാലു ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നൊരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാണും. കാരണം ലാലു പ്രസാദ് പ്രചരണ രംഗത്ത് കാര്യമായി ഉണ്ടായിരുന്നില്ല. തേജസ്വിയാണ് പ്രചരണത്തെ പ്രധാനമായും നയിച്ചത്. ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും താരപ്രചാരകരുടെ ഒരു നീണ്ട നിര ഇറക്കാൻ BJPക്ക് കഴിയുന്നു. അതേസമയം ഈ വാഗ്ദാന പെരുമഴകളിൽ എങ്ങനെ ബീഹാർ പ്രതിഫലിക്കും എന്ന ചോദ്യം വളരെ കൃത്യമായി വരുന്നുണ്ട്. ഈ ബീഹാറിൽ വലിയൊരു പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് രണ്ട് കക്ഷികളും തിരിച്ചറിയുന്നു. ഈ ബീഹാറിൽ BJP വയ്ക്കുന്നത് 2 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും സർക്കാർ ജോലി എന്ന ഒരു ആശയമാണ് അവിടെ പ്രധാനമായും അവിടെ മറുപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ JDUവിൻ്റെ ഈ 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നു. RJD എല്ലാ വീട്ടിലും സർക്കാർ ജോലി നൽകും എന്ന് പറയുമ്പോഴും ഈ എല്ലാ വീട്ടിലും സർക്കാർ ജോലി നടപ്പിലാക്കാൻ കഴിയാത്തൊരു വാഗ്ദാനമാണ് എന്ന തരത്തിൽ ഒരു പ്രചരണം നടത്താൻ BJPക്ക് കഴിയുന്നു. അതേസമയം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ 2 കോടി തൊഴിൽരഹിതർ ബീഹാറിലുണ്ട് എന്നതിൻ്റെ കൂടി സൂചനയാണ് എന്ന മറുവാദം ഉന്നയിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൽ പല എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചില ഫാക്ടേഴ്സ് ഒന്ന് സ്ത്രീകളുടെ ഒരു പിന്തുണ ഇത്തവണ കൂടുതൽ NDA മുന്നണിക്കുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അത് ഫലത്തിൽ വരുമോ എന്നറിയില്ല. മാത്രമല്ല മനു, അതൊരു ഫാക്ടറാണ്. സ്ത്രീകളുടെ പിന്തുണ എന്നുള്ളത് ഇത്തവണ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലായിട്ട് എത്തിയത് ഏതാണ്ട് 4-5 ശതമാനത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇത്തവണ 10,000 രൂപ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് നൽകിയ ഒരു പദ്ധതി ഉണ്ടല്ലോ. 10,000 രൂപ കിട്ടുക എന്നുള്ളത് ബീഹാറിൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. അപ്പോൾ അത് വോട്ടായി മാറിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അങ്ങനെ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് NDA ക്യാമ്പിന് അനുകൂലമായിട്ടായിരിക്കും, BJP JDU സഖ്യത്തിന് അനുകൂലമായിട്ടായിരിക്കും. അപ്പോൾ അതൊരു വാഗ്ദാനമായിരുന്നില്ല, അത് അപ്പോൾ തന്നെ നടപ്പാക്കുന്ന ഒന്നായിരുന്നു. ഈ വാഗ്ദാനം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ വാഗ്ദാനം മറുവശത്ത് MGB നൽകിയതാണ്, RJD കോൺഗ്രസ് സഖ്യം നൽകിയതാണ്. 30,000 രൂപ ഓരോ വർഷവും ജനുവരി 14-ന് അക്കൗണ്ടിലേക്ക് ഇടും എന്നുള്ളത്. പക്ഷേ മറുവശത്ത് NDA സഖ്യം വാഗ്ദാനം എന്ന രീതിയിലല്ല, അത് അപ്പോൾ തന്നെ നടപ്പിലാക്കി 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. ഈ ഫാക്ടർ ബാധിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് NDAക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണല്ലോ വരുന്നത്. അങ്ങനെ ആവുമ്പോൾ മഹാസഖ്യത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത് പോലെ 140-ന് മുകളിൽ സീറ്റുകളിലേക്ക് NDAയുടെ ടാലി ഉയരുകയും ചെയ്യും. സുഖമായിട്ട് അധികാരത്തിൽ തുടരുവാൻ സാധിക്കും BJP JDU സഖ്യത്തിന്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരും. ഈ ഒരു ഫാക്ടർ വലുതാണല്ലോ. അതുമാത്രമല്ല, മറ്റൊരു ബീഹാറിൽ നമ്മൾ കാണാത്തൊരു ഫാക്ടർ ഈ മദ്യനിരോധനം, അത് സ്ത്രീകളെ വലിയ തോതിൽ ഈ സർക്കാരുമായി അടുപ്പിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി അവിടുന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണാം.